പുസ്തകങ്ങൾ പിടിക്കേണ്ട കൈകളിൽ ഇന്ന് പ്രതിഷേധ പ്ലക്കാർഡുകളാണ്. പരീക്ഷയ്ക്കായി മാസങ്ങളല്ല വർഷങ്ങളോളം കഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് തെരുവിലാണ്. ചിലയിടങ്ങളിൽ ലാത്തിച്ചാർജ്, ചിലർക്ക് പരിക്ക്. രാജ്യം മുഴുവൻ ഒരേയൊരു ചോദ്യം: ഡൽഹിയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഇതൊരു രാഷ്ട്രീയ വീഡിയോയല്ല. ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നവും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോ. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥി, മാതാപിതാക്കൾ കടം വാങ്ങി കോച്ചിങ്ങിനയച്ചു. ഒരു പരീക്ഷയിലൂടെ ജീവിതം മാറുമെന്ന പ്രതീക്ഷ. അതിനിടയിൽ പരീക്ഷയെക്കുറിച്ച് സംശയങ്ങളും വിവാദങ്ങളും ഉയരുന്നു. തുടർന്ന് രാജ്യത്തിൻ്റെ തെരുവുകളിൽ പ്രതിഷേധം തുടരുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ. ഇതെല്ലാം കണ്ട ശേഷം പലരുടെയും മനസ്സിൽ ഒരേയൊരു ചോദ്യം ഉയരുന്നു: നമ്മുടെ ജനാധിപത്യം എവിടേക്കാണ് പോകുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ്, JEE, UPSC, റെയിൽവേ തുടങ്ങിയ പരീക്ഷകൾ എഴുതുന്നു. ഒരു സീറ്റ് നേടാൻ വർഷങ്ങളോളം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പല കുടുംബങ്ങളും കടം വാങ്ങി കുട്ടികളെ കോച്ചിങ്ങിന് അയക്കുന്നു. അതുകൊണ്ട് ഒരു പരീക്ഷയിലെ ചെറിയ ക്രമക്കേട് പോലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റി ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങൾ ഉയർന്നു. പരീക്ഷയുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടു. പല വിദ്യാർത്ഥികളും അവരുടെ വർഷങ്ങളുടെ അധ്വാനം വെറുതെയായെന്ന് ആരോപിച്ചു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ഒരു പരീക്ഷയെ ചൊല്ലിയുള്ള പ്രതിഷേധം എങ്ങനെയാണ് രാജ്യവ്യാപകമായ വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറിയത്? അതിന് പിന്നിൽ ഒരു കാരണം മാത്രമല്ല, വർഷങ്ങളായി വിദ്യാർത്ഥികൾ നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വർഷങ്ങളോളം കഠിനമായി പഠിക്കുകയും കുടുംബങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് കോച്ചിങ്ങിന് അയക്കുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് ചില വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ വാർത്തകളും രാജ്യത്തിൻ്റെ ശ്രദ്ധ നേടിയത്. ഈ സംഭവങ്ങൾ വലിയ ദുഃഖവും ആശങ്കയും സൃഷ്ടിച്ചു. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം: വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെക്കുറിച്ച് സംശയങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് അവരുടെ ജനാധിപത്യ അവകാശമാണ്. ആ അവകാശം ഉപയോഗിച്ച് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രതിഷേധത്തിനിടെ ചില സ്ഥലങ്ങളിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. മീഡിയയിലും ലാത്തിച്ചാർജിനിടെ ചില വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതും തലയിൽ മുറിവേറ്റതായി കാണിക്കുന്ന ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിച്ചു. ഒരു ജനാധിപത്യ രാജ്യത്തിൽ വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കപ്പെടുകയും അവരുടെ ആശങ്കകൾക്ക് നീതിപൂർവമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്.